സ്പീക്കർ സർവാധികാരിയായി തുടരണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അവസാനമായി ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്നാണ് നിയമസഭയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ജനാധിപത്യത്തിന് അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുന്നുണ്ടോ? ഈ വിക്ടോറിയൻ നിയമങ്ങൾ അതെല്ലാം ഇനിയും ഇതേ രൂപത്തിൽ ശാശ്വത സത്യങ്ങളായി ഇങ്ങനെ കേരള നിയമസഭയിൽ അടക്കം ഇങ്ങനെ വിരാജിക്കേണ്ടതുണ്ടോ? അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിന് വരുന്നൊരു ചിന്തയുണ്ട്, ഒരു പൗരനുള്ള അവകാശങ്ങൾ മാത്രമേ അവിടെ നിയമസഭാ സാമാജികൻ അതിനകത്തുണ്ടാകാവൂ. അവിടെ പ്രത്യേക പ്രിവിലേജ് പാടില്ല. ഒരു സിറ്റിസൺ ഇല്ലാത്ത ഒരു പ്രിവിലേജും ഒരു നിയമസഭയ്ക്കകത്തെ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. ആ നിലയിലേക്ക് ഉയരുമ്പോഴല്ലേ അത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാകുന്നത്? അഡ്വക്കേറ്റ് ജയശങ്കർ, അല്ല, നിയമസഭാ അംഗങ്ങൾക്ക്, അത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഇങ്ങനെ ചില പ്രത്യേക അവകാശങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നു. ഹൗസ് ഓഫ് കോമൺസിലുണ്ട്. ഹൗസ് ഓഫ് കോമൺസിൽ നടത്തുന്ന പരാമർശത്തിൻ്റെ പേരിൽ ആരുടെക്കെതിരായിട്ടും മാനനഷ്ടത്തിന് കേസെടുക്കാൻ പാടില്ല, മറ്റു നടപടികൾ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നിയമസഭയിൽ രേഖകൾ വയ്ക്കാം, ഞാൻ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കാം എന്ന് പലരും പറയുന്നത്. കാരണം കോടതി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യാറുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. അത് നിയമസഭാ അംഗങ്ങൾക്കുള്ള പ്രത്യേക അവകാശമാണ്, അധികാരമാണ്. എന്ന് മാത്രമല്ല, ഞാൻ വേണുവിൻ്റെ അറിവിലേക്ക് കൊണ്ടൊരു കാര്യം പറയാം. ഇന്നിപ്പോൾ വേണുവിൻ്റെ ഈ ചർച്ച തുടങ്ങിയപ്പോഴത്തെ ഓപ്പണിംഗ് സെൻറ്റൻസ് മുതൽക്ക് ഏറെക്കുറെ ഇതുവരെ നടത്തിയ എല്ലാ പരാമർശങ്ങളും അവകാശ ലംഘനത്തിൻ്റെ പരിധിക്കകത്ത് വരുന്നതാണ്. നിയമസഭാ സ്പീക്കറുടെ റൂളിങ്ങിനെ കുറിച്ച് ചർച്ച നടത്തുന്നതും അതിനെ ആക്ഷേപിക്കുന്നതും അതിനെക്കുറിച്ച് ഇതുപോലെ പരാമർശങ്ങൾ നടത്തുമൊക്കെ ഞാൻ കുറ്റപ്പെടുത്തല്ല. ഒരു മിനിറ്റ്, ഞാൻ ഈ ഇടവേളയിൽ ഞാൻ വേണുവിനോട് പറഞ്ഞു നിങ്ങൾക്ക് നാളെ ഒരു നോട്ടീസ് വന്നാൽ അത്ഭുതപ്പെടേണ്ടെന്ന് ഞാൻ പറഞ്ഞു. തുടർന്നോളൂ. ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ. സണ്ണിക്കുട്ടി പറഞ്ഞ ശരിയാണ്. സണ്ണിക്കുട്ടി പറഞ്ഞ ശരിയാണ്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഒറ്റ കാര്യം, അതായത് ശ്രീ ബാബ ഹാജി സ്പീക്കറായിരുന്ന കാലത്ത് നിയമസഭാ സ്പീക്കറുടെ റൂളിങ്ങുകൾ നിഷ്പക്ഷമല്ല എന്ന ഒരു പരാമർശം നടത്തിയവരാണ് തനിനിറം പത്രാധിപരായിരുന്ന കലാതലെ കൃഷ്ണൻ നായരെ നിയമസഭയുടെ വേദിയിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ 15 ദിവസത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. എനിക്ക് തോന്നുന്നില്ല പക്ഷേ ശ്രീരാമകൃഷ്ണൻ വേണുവിനും എനിക്കും സണ്ണിക്കുട്ടിക്കും അനിൽ അക്കരയ്ക്കും എതിരായിട്ട് അവകാശ ലംഘനം എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ. ശരി, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഇടയ്ക്ക് പറഞ്ഞല്ലോ ഇത് ഈ കാലത്തിന് യോജിച്ചതല്ല ഇത്തരം അധികാര ഘടനകളെന്ന്. അതിലൊരു നവീകരണം വേണം. അതെ, ഇവിടെ ജയശങ്കർ പറഞ്ഞല്ലോ, ഈ തനിനിറം കൃഷ്ണൻ നായരെ സ്പീക്കറുടെ കൂറെന്നോ മറ്റോ ആയിരുന്നു ആ അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗത്തിൻ്റെ മറ്റോ ഹെഡിങ്. അപ്പോൾ അദ്ദേഹത്തിനെ അവകാശ ലംഘനത്തിന് ശിക്ഷിച്ചു. അപ്പോൾ പുള്ളി എന്താണെന്നറിയാമോ? തനിനിറം കൃഷ്ണൻ നായരെ ശിക്ഷിച്ചു, അവകാശ ലംഘനത്തിന് ശിക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ആ റിപ്പോർട്ട് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തു. താഴെ പറയുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് തനിനിറം പത്രാധിപരെ ശിക്ഷിച്ചതെന്ന് വേണ്ട അദ്ദേഹം വീണ്ടും അതൊന്നുകൂടെ അങ്ങ് റീപ്രൊഡ്യൂസ് ചെയ്തു. അതങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു. രണ്ടുപേരും കൂടെ കോംപ്ലിമെൻറ്റ്സ് ആക്കി അങ്ങ് പോവുകയും ചെയ്തു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സ്പീക്കർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾക്കെതിരായിട്ട് വേണ്ട ഒരു അവകാശ ലംഘനം വരാം. സ്പീക്കറുടെ റൂളിങ്ങിനെ പുറത്തു പോലും നിയമസഭയ്ക്കല്ല പുറത്ത് ചെയ്യുന്ന അദ്ദേഹത്തിനെതിരായിട്ടുള്ള അവകാശ ലംഘനമാണ്, അതിനെതിരുള്ള അവഹേളനമാണ്. നടപടിയെടുക്കാം, ഉറപ്പായിട്ടും വേണമെങ്കിൽ ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്കെതിരെയൊക്കെ ഇന്ന് നാളെ നടപടിയെടുക്കാൻ പറ്റും. ഈ പ്രിവിലേജസ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇവർക്ക് അങ്ങയുടെ കൂടെ പ്രിവിലേജാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൗസ് ഓഫ് കോമൺസിലല്ല ഇന്ത്യൻ പാർലമെൻറ്റിലും നിയമസഭയിലും അനിലക്കരയ്ക്ക് എനിക്കെതിരായിട്ട് എന്തുകൂടെ നാളെ പ്രസംഗിക്കാം, രാജുവിനും പ്രസംഗിക്കാം, ഞാൻ അങ്ങനെയാണ് മറ്റവനാണ് മറിച്ചവനാണെന്നെല്ലാം പ്രസംഗിക്കാം, ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല. നിയമസഭയുടെ ഈ 4 ഈ ചുവരുകൾക്കുള്ളിൽ ഇവരനുഭവിക്കുന്ന ഇവരുടെ ശമ്പളവും ഒക്കെ വാങ്ങിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇവരനുഭവിക്കുന്ന ഇത്തരം ചില പ്രിവിലേജസ് ജനാധിപത്യത്തിന് നിരക്കുന്ന ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഒരു അടികൊണ്ടപ്പോൾ എം വി രാഘവന് എന്ത് അവകാശമാണ്? അല്ല, അടികൊണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? അടികൊണ്ട് എം വി രാഘവൻ വീഴുന്നു, എന്നിട്ട് എം വി രാഘവനെ ശിക്ഷിച്ചു. അതെ, ഞാൻ പറഞ്ഞത് അതായത് അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ സഭാ നേതാവ് ഒരു പ്രമേയം കൊണ്ടുവന്നിട്ട് സഭാ നേതാവ് ആ പ്രമേയം പാസ്സായാൽ ആൾ ശിക്ഷിക്കപ്പെടുകയാണ്. സഭയിൽ അന്നേരം നടന്ന സംഭവങ്ങളുടെ പേരിൽ അതാണ് രാഘവൻ അടിയും കൊണ്ടു ശിക്ഷയും വാങ്ങിച്ചു എന്നാണ് വാസ്തുവിലാണ് സംഭവിച്ചത്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയും. ഈ നിയമസഭ ചേരുന്നതിന് 40 അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന വാചകം ഇപ്പം ഞാനോ നിങ്ങളോ പറയുകയാണെങ്കിൽ കോടതി ലക്ഷ്യമാവും. ഇത് ബഹുമാനപ്പെട്ട PC ജോർജ് ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഏഷ്യാനെറ്റ്, സൂര്യ എന്ന് പറഞ്ഞ് 2 ചാനലുകാർ മാറി പ്രദർശിപ്പിച്ചതുമായ ഒരു കാര്യമാണ്. അന്ന് 2 ചാനലേ ഉള്ളൂ, നിങ്ങളുടെ ചാനലൊന്നും തുടങ്ങിയിട്ടില്ല, ഇന്ത്യ വിഷൻ പോലും തുടങ്ങിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, വക്കം പുരുഷോത്തമനാണ് സ്പീക്കർ, സാർ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ നാണം കെട്ട, മാനം കെട്ട, മര്യാദ കെട്ട വിധികളെക്കുറിച്ച് ഈ സഭയ്ക്ക് എന്താണ് സാർ പറയാനുള്ളത്?
ഇത് പി സി ജോർജിന് പറയാം. നിയമസഭയിലായതുകൊണ്ട് വക്കം പുരുഷോത്തമൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റിൻ്റെ ലൈബ്രറിയിലൊക്കെ ഇപ്പോഴും കാണും അത്. ശരി, ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ ഈ സഭ ചേരുന്നതിന് 40 ദിവസം പിന്നോട്ടും 40 ദിവസത്തിന് ശേഷവും ഇവരെ സിവിൽ കേസുകളിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. വാസ്തവത്തിൽ ഇത് എന്താ സംഭവിച്ചത് അറിയോ? പണ്ട് ഹൗസ് ഓഫ് കോമൺസിൽ പണ്ട് പിന്നെ ലണ്ടനിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് കുതിരപ്പുറത്ത് വരാൻ 40 ദിവസം വേണമായിരുന്നു. അപ്പോൾ ഈ വരുന്ന വഴിക്ക് പിന്നെ രാജാവ് പിടിച്ചു വരാൻ ചില കുഴപ്പക്കാരെ പിടിച്ചകത്തിടും, ലോക്കൽ എവിടെയെങ്കിലും ജയിലിൽ പോലീസ് സ്റ്റേഷൻ പിടിച്ചിടും. അങ്ങനെയാണെങ്കിൽ 40 ദിവസം. ആ 40 ദിവസം എന്നുള്ള ഇപ്പം 4 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ പിന്നെ ഇന്ത്യൻ പാർലമെന്റ് അടക്കണത്തേക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്ന് ചെല്ലാം. ആ വിക്ടോറിയൻ കാലഘട്ടത്തിലെ അന്ന് ഈ 40 ദിവസം ഇപ്പോഴും നിൽക്കുക. അത്തരത്തിലുള്ള പ്രിവിലേജ് ആണ്. ശ്രീ രാജു അബ്രഹാം, കേന്ദ്രത്തിൽ നിങ്ങളിത് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധതയെ വിമർശിക്കുന്നവരാണ്, അതിൻ്റെ ഇരകളാക്കപ്പെട്ടിട്ടുള്ളതാണ്. സ്പീക്കറുടെ ഏകാധിപത്യത്തിൻ്റെ ഇരകളാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് തുടങ്ങിക്കൂടി ഒരു പൊളിച്ചെഴുത്ത്. അതിന് പകരം നിങ്ങൾക്ക് ആധിപത്യം കിട്ടുമ്പോൾ അതേ സ്വഭാവം പ്രകടിപ്പിച്ചാൽ എവിടെയാണ് നിങ്ങളുടെ തിരുത്തൽ പ്രസക്തമാവുക? ഞാൻ കാണുന്നത് ശ്രീരാമകൃഷ്ണൻ ഒരു ഉദാരമതിയാണ്. കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞങ്ങൾ ധനകാര്യമന്ത്രിയെ പറ്റി പറഞ്ഞു, ഞങ്ങളിപ്പോൾ ചർച്ചയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷം ബജറ്റിൽ ഒന്നും കിട്ടിയിട്ടില്ല. ഇവർക്ക് ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി പണമാണ് ഇത്തവണ പ്രതിപക്ഷത്തിലെ ഓരോ അംഗം ഭൂരിപക്ഷം പേർക്ക് ജനങ്ങൾക്കാണ് കിട്ടുന്നത്. സംബന്ധിച്ചു ഞാൻ പറഞ്ഞത് ഇതൊരു സമീപനം. ആ ഒരു സമീപനം തീർച്ചയായിട്ടും ഇപ്പം ഞാനിപ്പോൾ അദ്ദേഹം കർശനക്കാരനാകണമെന്ന് ഞാൻ പറയത്തില്ല. ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം സ്പീക്കറായി ഏറ്റവും നല്ല അവസരങ്ങൾ പ്രതിപക്ഷത്തിന് കൊടുക്കുന്നു, ഏതാണ്ട് തുല്യ അവസരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. സ്പീക്കറുടെ അധികാരത്തിൽ രാംദുരാജസിന്റെ ഗവർണറാക്കിയപ്പോൾ അവരെ സെൻസർ ചെയ്തായി ഇവർ അവസാനമായി തുല്യനീതിയാണെന്നാണ് പറയുന്നത്. ഇന്ന് അടിയന്തര പ്രമേയത്തിന് ശേഷം MK മുനീർ പറഞ്ഞൊരു കാര്യമുണ്ട്. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങ് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കണം. അതേപോലെ കേരളത്തിന് മാതൃകയാവണം കേരളത്തിന്റെ സ്പീക്കർ. കേരളത്തിന് മാതൃകയാകണം കേരളത്തിന്റെ സ്പീക്കർ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.